എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പോൾ ആ ഇസുക്കിയെ അവനെ മറ്റൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവരുടെ തൊട്ട് പിന്നാലെ നറൂട്ടോയും സാസുകയും അവരും അവിടേക്ക് എത്തുകയാണ്. നറൂട്ടോ ആണെങ്കിൽ ചാടി വന്ന് ആ ഇസുക്കിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ആദ്യം ഇസുക്കി ആണെങ്കിൽ ടെററായിട്ട് പറയും, ബൊറൂട്ടോ നീ ആവശ്യമില്ലാത്ത പ്രോബ്ലം അത് ക്രിയേറ്റ് ചെയ്യാണ്. ഉറപ്പായാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിനക്കും ആ കർമ്മ പവറിലെ തീർച്ചയായിട്ടും നിന്നെ എനിക്ക് എൻ്റെ വെസലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ നറൂട്ടോയെ തട്ടിത്തെറിപ്പിച്ച് ഞൊട്ടിയിടയിൽ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വന്ന് അവൻ അങ്ങനെ തൂക്കിയെടുക്കുകയാണ്. വാവ്, 50-70% ആ കർമ്മ പവർ നിന്നിലും സ്പ്രെഡായി കഴിഞ്ഞു. മോമോസുക്കിയുടെ വെസലല്ലേ നീ. സത്യത്തില് എനിക്ക് നിന്നെ ടേക്ക് ഓവർ ചെയ്യാൻ കഴിയും. നീ എനിക്ക് കിട്ടിയ ഒരു ലോട്ടറി ആണെന്ന് പറയുന്ന അതേസമയം ഇപ്പൊ സാസുകി അവൻ ചിത്തോരി പവറുമായി വന്ന് ഇസുക്കി ആഞ്ഞൊരടി. ആ ഒരു അടിയിൽ ബൊറൂട്ടോ അങ്ങനെ താഴേക്ക് വീഴുകയാണ്. ഇസുക്കി ആണെങ്കിൽ അവർക്കൊരു വാണിംഗ് കൊടുക്കും. എനിക്ക് വേണമെങ്കിൽ ഞൊട്ടിയിടയിൽ ഇവിടുന്ന് ടെലിപ്പോർട്ടായി ഗ്രാമത്തിലേക്ക് പോയി കവാക്കിയെ കണ്ടെത്താൻ കഴിയും. നിങ്ങൾ എല്ലാവരും ചേർന്ന് നല്ല രീതിയിൽ എന്നെ വെറുപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഹൊക്കാഗെയും അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സാസുകയും നിങ്ങൾ രണ്ടുപേരെയും കൊന്ന് ഈ ഒരു ഗ്രാമത്തിൽ തന്നെ ഞാൻ ടേക്ക് ഓവർ ചെയ്യും. ഗ്രാമത്തിലുള്ള ആളുകളിലൂടെ കവാക്കി എവിടെയാണെന്ന് ഞാൻ കണ്ടെത്തുമെന്ന് പറയും. അവൻ ഒരു സെക്കൻഡ് അവൻ കർമ്മ പവർ ഉപയോഗിച്ച് ജീഗന്റെ ബോഡി അത് ടേക്ക് ഓവർ ചെയ്ത് ആലോചിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ കവാക്കി അവനാണെങ്കിൽ ഞെട്ടി എഴുന്നേക്കും. ഞാനിപ്പോ എവിടെയാ, എനിക്ക് എന്താ സംഭവിച്ചേ? അതിനാ ഡോക്ടർ പറയും, ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, നീ ഇപ്പൊ സേഫാണ്. പക്ഷേ ഇസുക്കി അവനാണെങ്കിൽ റീവൈവ് ചെയ്ത് ഇപ്പൊ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നറൂട്ടോയും സാസുകയും അവരെല്ലാവരും ചേർന്ന് ഇപ്പോൾ അവനുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. തീർച്ചയായിട്ടും അവരവനെ തകർക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കവാക്കി ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ടെൻസ്ഡ് ആവുകയാണ്. കവാക്കി പറയും, എത്രയും വേഗം എനിക്കും അവിടേക്ക് പോകണം. അവന്റെ ലക്ഷ്യം ഞാനാണ്. ഒരു കാരണവശാലും ഞാൻ കാരണം മറ്റുള്ളവർക്കൊന്നും സംഭവിക്കാൻ പാടില്ലെന്ന് പറയും. അതിന് ഡോക്ടർ അവനങ്ങനെ ചിരിച്ച് കവാക്കിയോട് പറയും, നീ ആദ്യം നിന്റെ കയ്യിലേക്ക് നോക്ക്. നിന്റെ കയ്യിലെ കർമ്മ പവർ അത് ഓൾറെഡി പോയി കഴിഞ്ഞു. ജീഗന്റെ ബോഡിയിലെ കർമ്മ പവറാണ് അവൻ നിനക്ക് ട്രാൻസ്മിറ്റ് ചെയ്തത്. അവൻ നശിച്ചതോടുകൂടെ അവന്റെ ബോഡിയിലുണ്ടായിരുന്ന ആ കർമ്മ പവർ അത് നിന്റെ കയ്യിൽ നിന്നും ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ നീ യഥാർത്ഥത്തിൽ കിസുകിയുടെ അവന്റെ വെസലല്ല. അത് കേട്ട് കവാക്കിക്ക് ഡബിൾ ഷോക്ക്. അവൻ അത്ഭുതത്തോടു കൂടെ അവന്റെ കയ്യിൽ അങ്ങനെ നോക്കുകയാണ്. പക്ഷെ ഒരു കാര്യം, 2 ദിവസം നീ ഇതുപോലെ തന്നെ അവന്റെ കയ്യിൽ പെടാതെ ഇവിടെ മറഞ്ഞു നിൽക്കണം. അവന്റെ കയ്യിൽ പെട്ടാൽ അവൻ ഈസി ആയിട്ട് ആ കർമ്മ പവറിലേക്ക് തിരികെ കൊണ്ടുവന്ന് നിന്റെ ബോഡി ടേക്ക് ഓവർ ചെയ്യാൻ കഴിയും. പക്ഷേ ഈ 2 ദിവസം അത് കഴിഞ്ഞാൽ അവനെ കൊണ്ട് ഒരിക്കലും നിന്റെ ബോഡി ടേക്ക് ഓവർ ചെയ്യാൻ കഴിയില്ല. എന്നേക്കുമായിട്ട് അവൻ നശിക്കും. സോ ഒരു കാരണവശാലും നീ ഇവിടുന്ന് പുറത്തു പോകാൻ പാടില്ല. സേഫ് ആയിട്ട് ഇവിടെ തന്നെ നിൽക്കണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ നറൂട്ടോ അവനാണെങ്കിൽ 9 ടൈലിലെ പവറിൽ ക്ലൗൺസിനൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആ വില്ലനെ അറ്റാക്ക് ചെയ്യാണ്. ഈ വില്ലനാണെങ്കിൽ അവന്റെ സൈസ് അത് ചെറുതാക്കിയും വലുതാക്കിയും ഓരോ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ നറൂട്ടോ അവൻ നന്നായിട്ട് എംഫസൈസ് ചെയ്ത് മുഴുവൻ ഫോഴ്സും കൊടുത്ത് അവൻ അങ്ങനെ ചുരുട്ടിയെടുക്കും. അത് കണ്ട് സാസുക അവൻ വീണ്ടും കയ്യിൽ ചിത്തോരി പവർ എടുത്ത് ഇപ്പൊ അവനെ അടിക്കാനായിട്ട് പാഞ്ഞടുക്കും. പക്ഷെ ഞൊട്ടിയിടയിൽ അവനൊരു റിബൺ ടെക്നിക്ക് അത് ഉപയോഗിക്കും. അവന്റെ റിബൺ പവർ അതെല്ലാം തന്നെ സ്റ്റോൺ ആക്കി മാറ്റി ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് നേരെ കൊണ്ടുവരും. സാസുകയും ബൊറൂട്ടോ ആണെങ്കിൽ മിസ്സിന് ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. പക്ഷെ നറൂട്ടോയുടെ ചില ക്ലൗൺസുകൾ മാത്രം ആ സ്റ്റോൺസിന്റെ ഇടയിൽ പെട്ടുപോകും. സാസുകയാണെങ്കിൽ ചുറ്റും നോക്കും, കിസുകിയെ കാണാനില്ല. അടുത്ത നിമിഷം ആ കിസുക്കി അങ്ങനെ ചാടി വന്ന് സാസുകയെ ആഞ്ഞടിക്കും. സാസുക അടികിട്ടി തെറിച്ചു പോകുന്ന ഗ്യാപ്പില് കിസുക്കി ആണെങ്കിൽ നറൂട്ടോയെ തൂക്കിയെടുത്ത് ഫ്ലൈ ചെയ്ത് പോവാണ്. നറൂട്ടോ ആണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് റസർഗൺ പവർ അവന് നിരക്ക് ഉപയോഗിക്കുകയാണ്. അതിനാ വില്ലൻ അവന്റെ പവർ ഉപയോഗിച്ച് നറൂട്ടോയുടെ 2 കൈയിലും ആഞ്ഞടിക്കും. റസർഗൺ പവർ അത് അവൻ അബ്സോർബ് ചെയ്തെടുക്കും. പിന്നീട് റാഡുകൾ ഉപയോഗിച്ച് അവൻ നറൂട്ടോയെ അങ്ങനെ കുത്തി പരിക്കേൽപ്പിക്കുകയാണ്. പവർ ഡ്രൈനായി പോയ നറൂട്ടോ ആണെങ്കിൽ ഇപ്പം അങ്ങനെ പതിയെ താഴേക്ക് വീഴും. ഉടനെ അവനാണെങ്കിൽ നറൂട്ടോയ്ക്ക് നേരെ ഒരു വലിയ സ്റ്റോൺ കൊണ്ടുവരും. ഇസുക്കി ആണെങ്കിൽ ഞൊട്ടിയിടയിൽ നിന്ന് അവിടുന്ന് തെന്നി മാറും. ഉടനെ ആ കല്ലുകൾ വന്ന് വീണ് നറൂട്ടോ അതിൻ്റെ ഇടയിൽ പെട്ടുപോവാണ്. അതേസമയം ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ സാസുകയെ തട്ടി എഴുന്നേൽപ്പിക്കുകയാണ്. മാസ്റ്റർ സാസുക, ഇത് ഞാനാണ് ബൊറൂട്ടോ. സാസുക പതിയെ കണ്ണു തുറക്കും. അപ്പവൻ കാണും ദൂരത്തായിട്ട് ആ കിസുക്കി വില്ലൻ അവൻ റാഡുകൾ ഉപയോഗിച്ച് ബൊറൂട്ടോയെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവുകയാണ്. റാഡുകൾ ഇജക്റ്റ് ആവേണ്ട താമസം ഇപ്പൊ സാസുക ടെലിപ്പോർട്ടേഷൻ പവർ ഉപയോഗിച്ച് ബൊറൂട്ടോയെ സ്വിച്ച് ചെയ്ത് അവൻ നിന്ന സ്ഥാനത്തേക്ക് വരും. ആ റാഡുകളാണെങ്കിൽ സാസുകയുടെ ബോഡിയിൽ ആഴത്തിൽ അങ്ങനെ കുത്തി ഇറങ്ങി ചോര തുളുമ്പി സാസുക വേദനയാൽ നിലവിളിക്കും. കിസുകിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഒടുവിൽ എന്റെ പ്ലാൻ പോലെ എല്ലാം നടക്കാൻ പോവാണെന്ന് പറഞ്ഞ് അടുത്തൊരു സ്റ്റോൺ വെച്ച് സാസുകയും അവൻ ലോക്ക് ചെയ്യും. ഇവിടെ ഡോക്ടർ ആളെല്ലാവരോടുമായിട്ട് പറയും, എന്റെ പ്രതീക്ഷ ബൊറൂട്ടോയിലാണ്. ബൊറൂട്ടോയ്ക്ക് മാത്രമേ അവന്റെ കർമ്മ പവർ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയൂ. കട്ട് ചെയ്ത
ബൊറൂട്ടോ. ബൊറൂട്ടോ ആണെങ്കിൽ അവൻ്റെ റെസണൻ പവർ ഉപയോഗിച്ച് സാസുവയ്ക്ക് നേരെ വരുന്ന ആ സ്റ്റോണ് അതങ്ങനെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ബൊറൂട്ടോ അവൻ്റെ മുഴുവൻ കഴിവെടുത്ത് പ്രയോഗിച്ചിട്ടും അവനെ കൊണ്ട് അത് തടുക്കാനായിട്ടാവില്ല. അവൻ്റെ കയ്യിലൂടെ ചോര ഒഴുകി അവൻ വേദനയിൽ ഒരുപാട് പുഷ് ചെയ്ത് ആ കല്ലിനെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കും. ബൊറൂട്ടോയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു റെസണൻ പവർ അതിപ്പോ അങ്ങനെ ഇല്ലാതായി ആ ഒരു വലിയ കട്ട അതവൻ്റെ ദേഹത്തേക്ക് വീഴുകയാണ്. പക്ഷേ അടുത്ത നിമിഷം അവനാണെങ്കിൽ ആ ഒരു കട്ട അത് ചെറുതാക്കി മാറ്റും. ബൊറൂട്ടോ ആണെങ്കിൽ അത് കണ്ട് ചിരിക്കും. എനിക്കറിയാം നീ എന്നെ കൊല്ലില്ല എന്ന്. കാരോ ഓൾറെഡി എൻ്റെ അടുത്ത് ആ കാര്യം പറഞ്ഞതാണ്. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിന് എന്നെ ആവശ്യമുണ്ട്. കട്ട് ചെയ്താ ഇവിടെ ഡോക്ടർ പറയും ആ ഒരു ഡൈവൻട്രി അത് വളരണമെങ്കിൽ ഒരു ലിവിങ് സുസുക്കി അത് ആവശ്യമാണെന്ന് പറയും. അതേസമയം ഇസുക്കി ആണെങ്കിൽ ബൊറൂട്ടോയുടെ കഴുത്തിൽ ഒരു കത്തി അങ്ങനെ പോയിന്റ് ചെയ്ത് വെക്കും. അതിന് ബൊറൂട്ടോ ആണെങ്കിൽ ചിരിക്കും. നീ എന്നെ കൊല്ലണ്ട, ഞാൻ തന്നെ എന്നെ കൊല്ലൂന്ന് പറഞ്ഞ് അവനൊരു കത്തി എടുത്ത് അവന്റെ കഴുത്തിൽ വെക്കുകയാണ്. കാര്യം വഷളാവെന്ന് മനസ്സിലാക്കിയ ആ വില്ലൻ അവനാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയുടെ കയ്യിലുള്ള കത്തി അത് ചെറുതാക്കി മാറ്റുകയാണ്. അതിനുശേഷം ഇസുക്കി അവന്റെ പവർ ഉപയോഗിച്ച് അങ്ങനെ തല്ലി തല്ലി കൊന്ന് ഇപ്പോ അവനെ തൂക്കിയെടുക്കും. ഡോക്ടർ ആണെങ്കിൽ ഇവിടെ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ആക്ച്വലി ആ 10 ടൈലിന് ഒസുസുക്കി ക്ലാനിലുള്ള ഒരാളെ കൊടുക്കണം. വർഷങ്ങൾക്ക് മുൻപ് കാഗുയയും ഇസുക്കിയും അവർ രണ്ടുപേരും ഇതിനു വേണ്ടിയാണ് ശ്രമിച്ചത്. പക്ഷെ കാഗുയ അവള് ഇസുക്കിയോട് എന്തോ ഒരു വലിയ ദ്രോഹം ചെയ്തു. സോ അവർക്കിടയിൽ വലിയൊരു ഡിസ്പ്യൂട്ട് തന്നെ ഉണ്ടായി. ആ സമയത്താണ് നല്ല രീതിയിൽ പരുക്ക് പറ്റി ഇസുക്കി അവൻ ജീവന്റെ ബോഡിയിലേക്ക് പ്രവേശിച്ചത്. ഇപ്പോ 9 ടൈലിന് കൊടുക്കാനായിട്ട് 10 ടൈലിന് കൊടുക്കാനായിട്ട് അവനൊരാളെ ആവശ്യമാണ്. അത് കേട്ട് ഹൊക്കാഗെ ആൻറ്റി ഷോക്കാവുകയാണ്. കട്ട് ചെയ്താ ഇവിടെ കിസുക്കി ആണെങ്കിൽ ബൊറൂട്ടോയെ അങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കും. ഒരു കാരണവശാലും നിന്നെ ഞാൻ മറ്റാർക്കും വിട്ടു കൊടുക്കില്ല. അവനാണെങ്കിൽ ബൊറൂട്ടോയുടെ കൈയും കാലും ഒക്കെ ചവിട്ടി ഓടിക്കുകയാണ്. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. നിന്റെ ജീവൻ മാത്രമാണ് എനിക്ക് വേണ്ടത്. എന്റെ ഇഷ്ടത്തിന് നിന്റെ ബോഡിയിൽ ഞാൻ ഒരുപാട് പരുക്കുകൾ പറ്റിക്കും. പക്ഷെ ജീവൻ അത് ഞാൻ കളയില്ല. കാരണം എന്റെ 10 ടൈലിന്റെ ഫുഡാണ് നീ. 10 ടൈലിനെ എൻലാർജ് ചെയ്തെടുക്കണമെങ്കിൽ എനിക്ക് നിന്റെ സഹായം ആവശ്യമാണ്. സോ അതുവരെ നീ മരിക്കാനായിട്ട് പാടില്ല. ഇതാ ഇവിടെ ഷിക്കമരു അവൻ ടെൻഷനായി ഡോക്ടറോട് ചോദിക്കും, അവര് 10 ടൈലിന് കൊടുക്കാൻ പോകുന്നത് ബൊറൂട്ടോയെയാണോ? അതിന് ഡോക്ടർ പറയും അതെ, യങ് ഒട്സുസുജിയാണ് അവർക്ക് ആവശ്യം. ബൊറൂട്ടോ ഒരു ലോട്ടറി പോലെയാണ് അവർക്ക് കിട്ടിയത്. അപ്പം മുതൽ 10 ടൈലിന് കൊടുക്കാനായിട്ട് അവർ ബൊറൂട്ടോയെ നോട്ടമിട്ടിരിക്കുകയാണ്. അതൊക്കെയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ടെൻസ്ഡ് ആവുകയാണ്. അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ ഡോക്ടറിന്റെ ഡ്രസ്സ് പിടിച്ച് വലിക്കും. അതിന് ഡോക്ടർ പറയും, നീ വെറുതെ ടെൻസ്ഡ് ആയിട്ട് യാതൊരു കാര്യവുമില്ല. എനിക്കതിനൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ പ്ലാനുകളെല്ലാം പൊളിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഒരു ദിവസത്തിനുള്ളിൽ നറൂട്ടോയ്ക്കും സാസുവയ്ക്കും ബൊറൂട്ടോയ്ക്കും ചേർന്ന് ആ ഇസുക്കിയെ നശിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ആർക്കും ഒന്നും സംഭവിക്കില്ല. നിന്റെ ലൈഫും ബൊറൂട്ടോയുടെ ലൈഫും അങ്ങനെ എല്ലാവരുടെയും ലൈഫും സേഫ് ആയിരിക്കും. പക്ഷേ ആണെങ്കിൽ ഇപ്പൊ കവാക്കിയെ സമാധാനിപ്പിച്ച് ഒരു ഭാഗത്ത് ഇരുത്തുകയാണ്. അതേസമയം ഇവിടെ നറൂട്ടോയെ കാണിക്കും. അവൻ ആ 2 കല്ലുകൾക്കിടയിൽ ഒരു തുളുമ്പി ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. 9 ടൈലാണെങ്കിൽ നറൂട്ടോയോട് ചോദിക്കും, നീ മരിക്കാൻ തയ്യാറാവുകയാണോ? അതിന് നറൂട്ടോ 9 ടൈലിനോട് ക്ഷമ പറയും. ഐ എം സോറി, എനിക്കിപ്പോ മറ്റൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതിന് 9 ടൈൽ പറയും, എന്റെ കയ്യിൽ അവസാനമായിട്ട് ഒരു ഐഡിയ ഉണ്ട്, അത് നമുക്ക് ഒന്ന് പ്രയോഗിക്കാം. നീ ഇതിന് തയ്യാറാണോ? ഒരുപക്ഷെ ഇത് ചെയ്യുമ്പോൾ നിനക്ക് നിന്റെ ജീവൻ തന്നെ നഷ്ടമായേക്കാം. അതിന് നറൂട്ടോ ആണെങ്കിൽ തീർത്തു പറയും, എനിക്ക് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. എൻ്റെ വില്ലേജിലുള്ള ജനങ്ങളെ അവരെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണം, അതാണ് പ്രധാനം. അടുത്ത നിമിഷം കുറാമ അവൻ്റെ പവർ മുഴുവനായിട്ടും ബൊറൂട്ടോയ്ക്ക് അവൻ അങ്ങനെ കൊടുക്കാൻ തുടങ്ങുകയാണ്. അതേസമയം ഇസുക്കി ആണെങ്കിൽ ബൊറൂട്ടോട് പറയും, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. നിന്റെ എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ എന്ന് പറയുന്ന അടുത്ത നിമിഷം അവന് ഞെട്ടിച്ചുകൊണ്ട് വലിയൊരു ശബ്ദത്തോടു കൂടെ നമ്മുടെ നറൂട്ടോ അവൻ ബോഡി മുഴുവൻ ആ കുറാമ പവറിൽ അങ്ങനെ വരികയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ബൊറൂട്ടോയുടെ പുതിയ ട്രാൻസ്ഫർമേഷൻ അത് കണ്ട് ബൊറൂട്ടോ പോലും ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. അതിന് നറൂട്ടോ പറയും, ബൊറൂട്ടോ നീ പേടിക്കേണ്ട ആവശ്യമില്ല, തീർച്ചയായിട്ടും ഇവനെ ഞാൻ തന്നെ തകർത്തില്ലാതാക്കും എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.